ഹലോ ഹായ്. കുറേ നാളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാനിങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതും ഈ ഒരു 6K ആക്കിയത് ഞാൻ പല പ്രാവശ്യം പല രീതിയിൽ പല വീഡിയോസും ചെയ്തിട്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാന്ന് ഈ ഒരു നിസ്കാര കുപ്പായത്തിൽ തന്നെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് എന്താ വെച്ചാൽ, ഞാനിങ്ങനെ സ്കിലിച്ച് കഴിഞ്ഞപ്പോൾ എവിടെ എത്തിയിട്ടില്ലല്ലോ. ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോസ് ഡെയിലി ഉറങ്ങാണ്ടൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനൊരു 6K വീഡിയോസ് ആക്കിയത്, അല്ല 6K സബ്സ്ക്രൈബേഴ്സ് ആക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാന്ന്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടിട്ട് എന്തുകൊണ്ടാണ് ഞാനതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഞാൻ എവിടെ എത്തുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് സ്വയം ഇങ്ങനെ പറയാം. അപ്പം ഞാൻ വിചാരിക്കും ഇപ്പം തന്നെ വീഡിയോ എടുക്കണം, എന്നെ വെച്ചെന്നാൽ പിന്നെ ടൈം കിട്ടൂല, അങ്ങനെ സമയം കിട്ടൂല. കാരണം ഇപ്പം രണ്ടാമത്തെ കുഞ്ഞും കൂടെ ആയപ്പോൾ ഒരുപാട് ബിസിയായി. കാരണം മോളെ സ്കൂളിൽ ചേർത്ത് എല്ലാം കൊണ്ട് എന്താ പറയുക, എനിക്കൊന്നിനും പറ്റാണ്ടായി. അപ്പം ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ പകുതിയിലിട്ടിട്ട് വരേണ്ട ഒരവസ്ഥയിലായിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെയാണ് കൈ കടയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്താക്കിയത്, ഇപ്പം തന്നെ വീഡിയോ ഇടണമെന്ന് അങ്ങനെ തുടങ്ങിയതാണ്. വേഗം തന്നെ വീഡിയോ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കലുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചാനലിലെ സ്ക്രഞ്ചീസിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് പല ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇൻഷാല്ലാ ഹസ്ബൻഡാണെങ്കിൽ അതൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം, നീ അതൊക്കെ എന്തിനിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നേ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആ വീഡിയോസ് കാണുന്നുണ്ട്, അവർക്കെല്ലാം അതിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ട്, കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പം നീ എന്താ ഇങ്ങനെ റിപ്ലൈ ചെയ്യാത്തേ, നീ എന്താ അങ്ങനെ ചെയ്യാത്തേ എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയില്ല, ഒന്നിനും സമയം കിട്ടാത്ത പോലെയാണ്. അങ്ങനെ ഞാനിപ്പം ഇനി മുതൽ ഞാൻ അങ്ങോട്ട് നന്നാവാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വിചാരിക്കാം, ഞാൻ ഇനി എന്തായാലും വീഡിയോ ഇടും. ഇപ്പം ഇങ്ങനെ കടന്നിട്ട് ഒരുപാട് ഈ 2025 ടൈമിൽ ആ ജനുവരി ആ ഫസ്റ്റ് ടൈമിൽ നമ്മൾ വിഷൻ ബോർഡ് റെഡിയാക്കില്ലേ, അങ്ങനെ ഞാനൊരു വിഷൻ ബോർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. ഈ 2025 എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഇവിടെ പോയി. ഞാനതൊക്കെ ഒരു നോട്ടിൽ എഴുതിയിട്ട് അവിടെ വെച്ചാൽ അതവിടെ പൂട്ടി വെച്ചാൽ അതിലേക്ക് എത്തണ്ടേന്നുള്ളൊരു മൈൻഡ് എനിക്ക് ഇപ്പോൾ ഈ ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഓർക്കാം. അതാ ഞാൻ നിസ്കാര ഡ്രസ്സൊന്നും മാറ്റാണ്ട് ഇപ്പം തന്നെ വീഡിയോ ചെയ്തത്. എല്ലാം ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയത് കൊണ്ട് ഇപ്പം വ്യൂസൊക്കെ കുറഞ്ഞ്, വാച്ച് അവറൊക്കെ കുറഞ്ഞ്, സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കുറച്ച് കൂടുന്നുണ്ട്. 1 2 മാത്രം, അത് കൂടുന്ന മാത്രമല്ല അതുപോലെ തന്നെ കുറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 കൂടി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ 2 കുറയും, അല്ലെങ്കിൽ 3 കുറയും, അതൊക്കെ നോർമലാണ്. പക്ഷെ എന്നാൽ എനിക്കിങ്ങനെ ആയാൽ പോരാ, എനിക്കെന്നും എന്താ പറയുക മുന്നോട്ട് പോകണം. അപ്പം ഇൻഷാല്ലാ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും. കാരണം ഇനിയിപ്പോൾ എൻ്റെ അനിയത്തി മുത്തമ്മാൻ്റെ മോളെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസും അതിൻ്റെ കാര്യങ്ങളും ഡ്രസ്സ് എടുക്കലും പിന്നെ കല്യാണ ഒരുക്കങ്ങളും കല്യാണത്തിന് പോക്കൊക്കെ ആയിട്ട് ഞാൻ ഇൻഷാല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എന്നും സപ്പോർട്ട് ചെയ്യണം. ഇനിയും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളാണോ തോന്നുന്നതൊക്കെ കമൻറ്റ് ചെയ്യുക. ആരും കമൻറ്റ് ചെയ്യാണ്ടിരിക്കരുത്, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കേൾക്കാനുള്ള ഒരു ടെൻഡൻസി കുറവില്ല ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഞാൻ. ചെറിയ കുഞ്ഞു കാര്യങ്ങളും അതെനിക്ക് വേഗം ഹേർട്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും എന്താണോ എന്നെ പറ്റി പറയാൻ തോന്നുന്നത് അതൊക്കെ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കാരണം എന്നാലും എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ പറ്റിയിട്ട് കുറ്റങ്ങൾ, അതായത് എനിക്കുള്ള പോരായ്മകൾ പറഞ്ഞിട്ടേ ഞാൻ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ. അല്ലാണ്ട് ഇല്ലതെല്ലാം അങ്ങനെ അങ്ങ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അതങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, റൂഡായാലും സോഫ്റ്റ് ആയാലും പറഞ്ഞിട്ട് വന്ന മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് മൊത്തം. അപ്പം ഇനിയും അങ്ങോട്ട് എനിക്ക് മാറ്റങ്ങളൊക്കെ വരുത്തണം. ഇങ്ങനെ ആയാൽ പോരാ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു 6K ഒക്കെ ആക്കി വെച്ചത്. അതൊറ്റയടിക്ക് ഇടിഞ്ഞു പോകുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നു. അങ്ങനെ ഒരിക്കലും ഇടിയാൻ പാടില്ല. കാരണം
ഞാനിതെങ്ങനെയാണ് കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്തത് എന്നുള്ളത് എനിക്കറിയാം. ഓരോ യൂട്യൂബേഴ്സും എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അത്രയും സ്ട്രഗിൾ ഉണ്ട് ഒരു വീഡിയോൻ്റെ കാര്യത്തിലായാലും. അവർ ചെയ്യുന്ന ഒരു ചെറിയൊരു മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും 1 മിനിറ്റ് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു 6K ആക്കിയത്. അപ്പോൾ അത് പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടേക്ക് എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാം ഹൈറായ രീതിയിൽ എല്ലാവരും കാര്യങ്ങളും നടക്കട്ടെ. അതുപോലെ എൻ്റെ കാര്യങ്ങളും എല്ലാം ഹൈറായ രീതിയിൽ നടക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ടാറ്റാ.